Hello guys, welcome back to another video of Mechanic Vlogger. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അതായത് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വരുന്നത്, ഇൻഷുറൻസ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കാർ തന്നെയായിരുന്നു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്ത് പോയതായിരുന്നു. അപ്പോൾ റോഡിൽ നിന്ന് ഇറക്കിയിട്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് പുറത്തോട്ട് നോക്കി വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഒരു ഓട്ടോറിക്ഷ, അതായത് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ പുറകിൽ റോഡ് ഉണ്ടായിരുന്നു, അതിലൂടെ വന്ന് നമുക്ക് ഡോറിൽ പെട്ടെന്ന് വന്ന് ഇടിക്കുകയായിരുന്നു. അവിടെ പിന്നെ കൂടുതലായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ രണ്ടുപേരും പരിചയക്കാരായിരുന്നു, ഒരേ നാട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു, അവർക്ക് വന്ന പ്രശ്നങ്ങൾ അവരും സോൾവ് ചെയ്യാം, നമുക്ക് വന്ന പ്രശ്നങ്ങൾ നമുക്കും സോൾവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കാർ നേരെ കൊണ്ടുവന്ന് ഇന്നലെ തന്നെ ഷോറൂമിൽ കൊണ്ടുവന്ന് ഇട്ടു. കാരണം നമുക്ക് ഇൻഷുറൻസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ കൊണ്ടുപോയിട്ടു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ശരിക്ക് പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് അറിയാം. ഇൻഷുറൻസ് ഇന്നില്ല, ആൾക്കാരില്ല. ഇന്ന് വരാൻ പറഞ്ഞല്ലോ. പേപ്പർ ഇട്ട് ആരെയും വിളിച്ചിരിക്കുന്നതാണോ? ഒരാളില്ല, സ്റ്റാഫുകളില്ല. നമ്പർ കൂടി നിങ്ങളൊരു കാര്യം, വണ്ടി സൈഡാക്കി. ഞാൻ ചോദിച്ചോട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വണ്ടിയുടെ സൈഡാക്കി. ഉള്ളിലിട്ട ഫൈനാണ് അടക്കാൻ പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കാണ്. മണ്ണാർക്കടൊക്കെ ബ്ലോക്കാണ്. ഇന്ന് വരാനും പറഞ്ഞു. ഇല്ലേ, ഇൻഷുറൻസ് ഇന്നില്ല. അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡി ഷോപ്പിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഫസ്റ്റ് വൺ, 5 വർഷം വരെയുള്ള വാറണ്ടി, അതിന് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള വാറണ്ടി, പിന്നെ തേർഡ് പാർട്ടി. ഇങ്ങനെ 3 സ്കീംസാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാർ എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വരുന്നത് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്കീമിലാണ്. അതായത് ഇപ്പോൾ 5 വർഷത്തിനുള്ളിലുള്ള ഒരു കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബമ്പർ ടു ബമ്പർ ഫുൾ ഇൻഷുറൻസ് കിട്ടും. അതായത് ഇൻഷുറൻസ് ആയിരിക്കും ഫുൾ പേയ്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അതായത് ഇപ്പോൾ ഒരു 10,000 റുപ്പീസാണ് നമുക്ക് ഇതിനുള്ള കോസ്റ്റ് വരുന്നതെങ്കിൽ 5,000 ഇൻഷുറൻസും 5,000 നമ്മളും പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് വരിക. ഇത് ബമ്പർ ടു ബമ്പർ ആയിരുന്നെങ്കിൽ, അതായത് 5 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാർ ആയിരുന്നെങ്കിൽ ഫുൾ പേയ്മെൻറ്റും അവരെടുത്തതിന് നമുക്ക് ജസ്റ്റ് ഇൻഷുറൻസിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫീ എന്ന് പറഞ്ഞിട്ട് 1,000 2,000 എങ്ങാണ്ടോ വരുന്നത്, അത് മാത്രമേ വരുമായിരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഈ തേർഡ് പാർട്ടി സ്കീമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ കേസിനോ വല്ലതിനോ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പേയ്മെൻറ്റും അയാൾക്കാണ് കിട്ടുക. നമുക്കതിൽ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ തന്നെ ഫുൾ പേയ്മെൻറ്റും നമ്മുടെ കാറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇൻഷുറൻസിൻ്റെ പേപ്പർ വർക്ക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ്, RC ബുക്ക്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഇത് 3ൻ്റെയും ഒറിജിനൽ അവരെ ആവശ്യപ്പെട്ടിരുന്നു. ഒറിജിനൽ തന്നെ വേണം, അത് നിർബന്ധമാണ്. പിന്നെ ഗൈസ്, ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ മാരുതി സുസുക്കിൻ്റെ തന്നെ ഇൻഷുറൻസാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്താൽ മതി. ഇല്ല നമ്മൾ പുറത്തുനിന്നാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഫോർവേഡ് ചെയ്തോളും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. നമുക്ക് ഒരു വീക്ക് കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇവർ ഡോറ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഡോറ് ഇവിടെ അടുത്ത് മലപ്പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ആവശ്യമുള്ളവർക്കായി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.